ന്യൂസ് മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുവൈത്തിൽ വിദേശികളുടെ ചികിത്സാ നിരക്ക് വർദ്ധിപ്പിക്കാൻ ആരോഗ്യ വികസന കമ്മിറ്റിയുടെ ശുപാർശ. വിവിധ ചികിത്സകൾക്കും പരിശോധനകൾക്കും 15% വർധന. അനധികൃതമായി സൗദിയിൽ തങ്ങുന്നവർക്കായുള്ള പരിശോധന ശക്തമാക്കണമെന്ന് ശൂറ കൗൺസിൽ. അനധികൃത താമസക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു. 4 വർഷത്തിനിടെ ഇഖാമ ലംഘകരുടെ എണ്ണത്തിൽ 4 ഇരട്ടി വർധനയുണ്ടായതായി റിപ്പോർട്ട്. അബുദാബിയിൽ സ്കൂൾ ഗതാഗതം സുരക്ഷിതമാക്കുന്നതിന് പരിശോധനകൾ തുടങ്ങി. സ്കൂളുകളിൽ തുടർച്ചയായ ഇടവേളകളിൽ പരിശോധന നടത്തും. ബാർ അഴിമതി അന്വേഷണത്തിൽ CPM നേതൃത്വത്തിനെതിരെ VS അച്യുതാനന്ദന്റെ പരസ്യ വിമർശം. കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരുവാൻ ആവശ്യമായ കർശനമായ നടപടി തന്നെയാണ് ഞാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. CBI അന്വേഷണത്തെ തള്ളി പിണറായിക്ക് പിന്നാലെ CPM കേന്ദ്ര നേതൃത്വം. അന്വേഷണത്തെക്കുറിച്ച് ഒന്നിച്ചിരുന്ന് തീരുമാനിക്കുമെന്ന് MA ബേബി. കോഴിക്കോട് ഡൗൺ ടൗൺ ഹോട്ടൽ അടിച്ചു തകർത്ത കേസിലെ മുഖ്യപ്രതിയായ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രകാശ് ബാബു അറസ്റ്റിൽ. ചുംബന സമരത്തെ ന്യായീകരിച്ച് CPM കേന്ദ്ര നേതൃത്വം. പോലീസ് അക്രമികൾക്കൊപ്പം നിന്നുവെന്ന് പിണറായിയും SRPയും. സമരത്തെ നേരിട്ടതിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി. ആക്രമണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുമെന്നും രമേശ് ചെന്നിത്തല. വിശദമായ വാർത്തകളിലേക്ക്. കുവൈത്തിൽ വിദേശികളുടെ ചികിത്സാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ആരോഗ്യ വികസന കമ്മിറ്റിയുടെ ശുപാർശ. വിവിധ ചികിത്സകൾക്കും പരിശോധനകൾക്കും 15% വർധന ഏർപ്പെടുത്തണമെന്നാണ് നിർദ്ദേശമുള്ളത്. ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി വികസന കമ്മിറ്റിയുടെ കീഴിൽ വിവിധ പഠന സമിതികളെ ആരോഗ്യ മന്ത്രാലയം നിയോഗിച്ചിരുന്നു. വിദേശികളുടെ ചികിത്സാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന കാര്യത്തിൽ എല്ലാ സമിതികളും ഏകാഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. സ്വകാര്യ ആശുപത്രികളിലേതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കാണ് സർക്കാർ ക്ലിനിക്കുകളിലും ആശുപത്രികളിലും വിദേശികളിൽ നിന്ന് ഈടാക്കുന്നത്. ഇതിൽ മാറ്റം വരുത്തണമെന്നാണ് വികസന കമ്മിറ്റിയുടെ പഠനങ്ങൾ ഏകസ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. അടിയന്തര ഘട്ടത്തിൽ മാത്രമേ നിരക്കിളവ് അനുവദിക്കാവൂ എന്നും കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. വിദേശികൾക്ക് അനുവദിക്കുന്ന നിരക്കിളവ് എടുത്തുമാറ്റണമെന്നാവശ്യപ്പെട്ട് മന്ത്രിസഭയ്ക്ക് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ഡെവലപ്മെന്റ് കമ്മിറ്റി അറിയിച്ചു. വിദേശികളുടെ ആരോഗ്യ ഇൻഷുറൻസ് സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഓഹരി പങ്കാളിത്തത്തോടെ കമ്പനി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് വികസന സമിതി ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സാമൂഹ്യ പ്രവർത്തകനായ അബ്ദുൽ ഫത്താഹ് തയ്യിൽ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു ഈ വാർത്തയോട് പ്രതികരിക്കാൻ. ശ്രീ ഫത്താഹ് തയ്യിൽ, വിദേശികൾ പ്രത്യേകിച്ചും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുളവാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കുവൈത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. വിദേശികൾക്കുള്ള ചികിത്സയിൽ കാര്യമായ ഫീസ് വർധന ഉണ്ടായിരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് അവിടുത്തെ ആരോഗ്യ മന്ത്രാലയം ഇത്തരമൊരു തീരുമാനമെടുത്തത്? ഇവിടുത്തെ ആരോഗ്യ മന്ത്രാലയം മറ്റ് വിദേശികളിൽ നിന്ന് അവർക്കുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കുകയും സ്വദേശികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യുന്ന രീതിയിലാണ് നേരത്തെ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതും വന്നിരിക്കുന്നത്. നേരത്തെ അവർ പെട്രോൾ ഡീസലിന് വിദേശികൾക്ക് വേണ്ടി വില വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു പദ്ധതിയുമായി വന്നിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അതന്ന് നടക്കാതെ പോവുകയാണ് അവരുണ്ടായത്. കാരണം അതെങ്ങനെയാണ് സെഗ്രിഗേറ്റ് ചെയ്ത് 2 വിഭാഗത്തിനായി മാറ്റി കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ച നടന്നിരുന്നു. ഇപ്പോ ഈ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചു കാലമായി ഇവിടെ നിന്ന് ആരോഗ്യ ഇൻഷുറൻസ് പൊതുമേഖല സ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസ് അത് വേറെ വിദേശികൾക്ക് പ്രത്യേകിച്ച് ആക്കണമെന്നും അതിന്റെ എമൗണ്ട് കൂട്ടണമെന്നും ഒക്കെ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ വന്നിരിക്കുന്നത് ഇവിടെ ഗൾഫ് മേഖലയിൽ എനിക്ക് തോന്നുന്നു കുവൈറ്റിൽ മാത്രമാണ് ഈ ആരോഗ്യ മേഖലയിൽ ഇത്രയും നല്ല ഒരു സമീപനം വിദേശികളോടുള്ളത്. അവിടെ ബ്ലഡ് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാശ് കൊടുക്കേണ്ടതില്ല. ഒരു ദിനാറിന്റെ OP എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലഡ് ചെക്കപ്പ് വരെ നടക്കുന്ന ഒരു സ്ഥലമാണ് കുവൈറ്റ്. എന്ന് മാത്രമല്ല മറ്റ് മെഡിസിനുകളൊക്കെ ഫ്രീ ആണ്. ഈ ഒരു ദിനാറിൽ അതൊക്കെ പെടുന്നു, ഡോക്ടർ ഫീസും. അതേസമയം പുറത്ത് വളർന്നു വരുന്ന ഈ ഹോസ്പിറ്റൽ ശൃംഖലകൾ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള കുവൈറ്റികൾ ഈ ഹോസ്പിറ്റൽ ശൃംഖലകൾക്ക് അനുകൂലമായിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് എന്ന് ഒരു സംസാരമുണ്ടെങ്കിലും പക്ഷെ ആ രീതിയിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സർക്കാരിന് ഈ ആരോഗ്യ മേഖലയിൽ ഈ വിദേശികളിൽ നിന്ന് സാമ്പത്തികമായി എന്തെങ്കിലും ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണോ
ഇതെന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടി ഇതിപ്പോ സമർപ്പിക്കുവാൻ പോകുന്നേ ഉള്ളൂ റിപ്പോർട്ട്. ഇതിന്റെ പിന്നെ ഗവൺമെന്റിന് സമർപ്പിക്കുവാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായിട്ട് ആ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. ശ്രീ അബ്ദുൽ ഫത്താഹ് തയ്യിൽ, നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഈ വാർത്തയിൽ പറയുന്നത് പോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് സ്വകാര്യവൽക്കരിക്കുന്നു, സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തത്തോടെ അത് നടപ്പിലാക്കാൻ പോകുന്നു. നമ്മുടെ നാട്ടിലും ഇത്തരം ചില സേവനങ്ങളിൽ സ്വകാര്യ കമ്പനികൾ വരുന്നതോടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കറിയാം. കൺസ്യൂമറിലേക്ക്, ഉപഭോക്താവിലേക്ക് കൂടുതൽ ഭാരം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്കാണ് സ്വകാര്യ സംരംഭങ്ങൾ വരുമ്പോൾ, സ്വകാര്യ പങ്കാളിത്തം വരുമ്പോൾ സാധാരണയായി സംഭവിക്കുന്നത്. എത്രത്തോളം നമ്മുടെ നാട്ടിലെ ഈ അവസ്ഥയും കുവൈറ്റിലെ ഇപ്പോൾ വന്നിരിക്കുന്ന നിർദ്ദേശവുമായി താരതമ്യം ചെയ്യാൻ സാധിക്കും? നമ്മുടെ നാട്ടിലെ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാണ് കുവൈറ്റിലെ അവസ്ഥ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പലതും സ്വകാര്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇപ്പൊ ആ സ്വകാര്യ മേഖലയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പ്രതിവർഷം ഇവിടുത്തെ റെസിഡൻസി വേണമെങ്കിൽ 50 ദിനാർ പിന്നെ കുവൈറ്റ് ഗവൺമെന്റിനെ കടച്ചാൽ മാത്രമേ ഇവിടുത്തെ റെസിഡൻസ് പുതുക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് ആരോഗ്യ മേഖലയിലേക്ക് വേണ്ടിയിട്ടാണ് ഈ 50 ദിനാർ അവർ ഈടാക്കുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ എക്സ്റേക്കും അതുപോലെ തന്നെ സിറ്റി സ്കാൻ പോലെയുള്ള പരിപാടികൾക്ക് വിദേശികൾ പേ ചെയ്യേണ്ടതുണ്ട്. അത് പിന്നെ സ്വാഭാവികമായും ഈ ഒരു പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി അതൊരു കുറച്ച് നല്ല രീതിയിൽ അത് കുറച്ചുകൂടി പൈസ അതിലേക്ക് ഫീ അവർ ഈടാക്കുന്നതായിരിക്കും. നമ്മുടെ നാട്ടിലെ ഇത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോ സാധിക്കുകയില്ല. കാരണം ആ നാട്ടിലെ കംപ്ലീറ്റ് ഹോസ്പിറ്റൽ വ്യവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇവിടെയുള്ള വിദേശ ആവാസ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലല്ല നാട്ടിലുള്ളത്. അപ്പൊ നാട്ടിലുള്ള സിസ്റ്റപ്രകാരം നമുക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ഉറുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ അവിടെ മരുന്ന് ലഭ്യമാണ്, നല്ല ഡോക്ടർമാർ ഇപ്പോൾ ലഭ്യമാണ്, അവിടെ നല്ല രീതിയിൽ സേവനം ലഭ്യമാണ്. ഒരു കാര്യം കൂടി, സാധാരണക്കാരായ ജനങ്ങൾ ഇത് എത്രത്തോളമായിരിക്കും ഈ പുതിയ പരിഷ്കാരങ്ങൾ ബാധിക്കാൻ പോകുന്നത്? സാധാരണക്കാരായ ജനങ്ങൾ ഇതിപ്പോ എനിക്ക് തോന്നുന്നു 15% ഇവിടെ വർദ്ധിപ്പിക്കുവാൻ പോകുന്ന ഒരു ഫീസ്. അതുകൊണ്ട് തന്നെ ഈ OP ടിക്കറ്റ് ഒരു ദിനാറിന്റെ കൂടുതൽ 15% വർദ്ധിപ്പിച്ചാൽ എത്രയാകും? അത്രേ വരുള്ളൂ. പക്ഷെ വളരെ ഏറ്റവും താഴ്ന്ന നിരയിലാണ് ഇവിടെ സർക്കാർ ആശുപത്രികളിൽ ഫീസ് ഈടാക്കുന്നത്. അത് കുറച്ചുകൂടി എക്സ്റേ, സ്കാനിങ് അതുപോലെയുള്ള സിറ്റി സ്കാൻ പോലെയുള്ള പരിപാടികളിലേക്ക് പോകുമ്പോൾ 50 ദിനാറും 75 ദിനാറും 100 ദിനാറൊക്കെ ഈടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഫീസിൽ ഒരു 15% മാത്രമേ കൂടുകയുള്ളൂ. വലിയൊരു വർധനവ് എന്ന് പറയുവാൻ സാധിക്കില്ല. പക്ഷെ ഇത് കമ്പാരിറ്റീവ്ലി ഇവിടെയുള്ള ഇപ്പോഴത്തെ ജീവിത വ്യവസ്ഥ കുറച്ചുകൂടി സാമ്പത്തികമായി ഇവിടെ ജീവിത വ്യവസ്ഥ കുറച്ചുകൂടി നല്ല വില, സാധനങ്ങൾക്കൊക്കെ നല്ല വിലയുള്ളത് കൊണ്ട് തന്നെ ജീവിത വ്യവസ്ഥയും കുറച്ച് സാമ്പത്തികമായി തീർച്ചയായും സാധാരണ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം, കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വളരെയധികം നന്ദി അബ്ദുൽ ഫത്താഹ് തയ്യൽ ന്യൂസ് മിഡിൽ ഈസ്റ്റിൽ പ്രതികരിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്, സൗദി തൊഴിൽ ആഭ്യന്തര മന്ത്രാലയങ്ങൾ രാജ്യത്തെ തൊഴിൽ സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും നടത്തുന്ന പരിശോധന ശക്തമായി തുടരണമെന്ന് ശൂറ കൗൺസിൽ നിർദ്ദേശിച്ചു. രാജ്യത്ത് അനധികൃതമായി തങ്ങുന്നവരെയും തൊഴിൽ ഇഖാമ നിയമം ലംഘിക്കുന്നവരെയും ഇല്ലാതാക്കാൻ പരിശോധന ശക്തമാക്കേണ്ടത് അനിവാര്യമാണെന്ന് ശൂറ കൗൺസിൽ അംഗം ഡോക്ടർ അബ്ദുൽ അസീസ് അൽ ഒതേഷാൻ പറഞ്ഞു. ശൂറ കൗൺസിലിന്റെ 64ാമത് യോഗമാണ് തൊഴിൽ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട സുപ്രധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. സൗദിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലും സർക്കാർ ആനുകൂല്യം പറ്റുന്ന കമ്പനികളിലും സൗദി പൗരന്മാരെ നേരിട്ട് നിയമിക്കാൻ സംവിധാനമുണ്ടാകണം. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ തങ്ങളുടെ ജോലികൾ മൊത്തമായി കോൺട്രാക്ടിംഗ് കമ്പനികൾക്ക് ഏൽപ്പിച്ചു നൽകുന്നത് അവസാനിപ്പിക്കണം. തൊഴിൽ സ്ഥലങ്ങളിൽ പാലിക്കേണ്ട പൊതുമര്യാദകളെക്കുറിച്ച് മന്ത്രാലയം കൈപുസ്തകം ഇറക്കണമെന്നും ശൂറ കൗൺസിൽ ആവശ്യപ്പെട്ടു. സ്വദേശികളുടെ നിയമനത്തിന് തൊഴിൽ മന്ത്രാലയത്തിന് കീഴിൽ പ്രത്യേക സമിതി രൂപീകരിക്കണമെന്നും ശൂറ അഭിപ്രായപ്പെട്ടു. കോൺട്രാക്ടിംഗ്, മെയിന്റനൻസ് കമ്പനികളിൽ സ്വദേശിവൽക്കരണം വളരെ കുറഞ്ഞ തോതിലാണുള്ളത്. ഈ മേഖലയിലും സ്വദേശികളെ നിയമിക്കാനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി യുവാക്കൾക്ക് ആവശ്യമായ പരിശീലനം നൽകണമെന്നും ശൂറ കൗൺസിൽ നിർദ്ദേശിച്ചു. അസ്ഹർ പുളിയിൽ, മീഡിയ 1, റിയാദ്. യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് സദറുദ്ദീൻ കീഴ്ശ്ശേരി ഈ വാർത്തയോട് പ്രതികരിക്കാൻ നമ്മളൊപ്പം ടെലിഫോണിലുണ്ട്. സദറുദ്ദീൻ കീഴ്ശ്ശേരി, സ്വാഗതം ന്യൂസ് മിഡിൽ ഈസ്റ്റിലേക്ക്. നിതാഖാത്തിന്റെ ഭാഗമായുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു വിപുലീകരിച്ച പദ്ധതി തന്നെയാണോ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ നടപടികൾ? ശ്രീ സദറുദ്ദീൻ. 2 വർഷവും
2 വർഷം മുമ്പ് സൗദി ഗവൺമെന്റ് കൊണ്ടുവന്ന നിതാക്കാത്ത് പദ്ധതി പ്രകാരം സ്വദേശികളായ ആളുകൾക്ക് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യമുണ്ടായിരുന്നത്. ഇപ്പോഴും തൊഴിൽ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഇപ്പോഴും അവരുടെ നിയമപ്രകാരം പുതിയ വ്യവസ്ഥയിലേക്ക് മാറാത്ത കമ്പനികൾ ഇപ്പോഴും ഉണ്ട്. അവരെ പുതിയ ആളുകളെ, അങ്ങനെയുള്ള ആളുകളെ ആക്കേണ്ടതുണ്ട് എന്നാണ് ഇന്നത്തെ ശൂറ കൗൺസിലിന്റെ തീരുമാനം. അതിന് ശക്തമായ പരിശോധനകൾ തുടരേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശമാണ് ഇന്ന് ശൂറ കൗൺസിൽ നൽകിയിരിക്കുന്നത്. കൂടുതൽ മേഖലകളിലേക്ക് നിതാക്കാത്തിന്റെ അല്ലെങ്കിൽ ആ നിയമങ്ങൾ വ്യാപിപ്പിക്കുന്നു, സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നു. എത്രത്തോളം നമ്മളെ ഇത് ബാധിക്കും? ഈ മേഖലകളിലൊക്കെ എത്രത്തോളം വിദേശികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ സാന്നിധ്യമുണ്ട്? നിലവിൽ നിയമപരമായി കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളെ അത് ഈ നിയമം ബാധിക്കുന്നില്ല. നിയമപരമല്ലാതെ സൗദിയിലെ ലേബർ ലോ അടിസ്ഥാനത്തിലല്ലാതെ ജീവിക്കുന്ന അല്ലെങ്കിൽ തൊഴിലെടുക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ പുതിയ നിയമം ബാധിക്കുന്നത്. 2 ദിവസം മുമ്പ് തൊഴിൽ മന്ത്രാലയം ഇറക്കിയ പത്രക്കുറിപ്പിൽ പുതിയ 8-9 മേഖലകളിൽ കൂടി നിതാക്കാത്ത് വ്യാപിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം ഏത് മേഖലയിലേക്ക് വ്യാപിപ്പിക്കുമ്പോഴും അതിൽ പൂർണ്ണമായ അല്ലെങ്കിൽ 100% തൊഴിൽവൽക്കരണം എന്നുള്ളത് അവരുടെ നിയമത്തിൽ അവർ അനുസരിച്ചിട്ടില്ല. 100% തൊഴിൽവൽക്കരണം നടത്താൻ അടുത്ത കാലത്തൊന്നും സൗദിയിൽ സാധിക്കുകയുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാസികളായ ആളുകൾക്ക് ഏത് പ്രവാസ ലോകത്തേക്ക് അവര് പോകുമ്പോഴും ആ നാട്ടിൽ നിൽക്കുന്ന അവിടുത്തെ നിവാസികളായ ആളുകൾ ഇപ്പോൾ സൗദി ഗവൺമെന്റിൽ തന്നെ സൗദിയിൽ തന്നെ ഒരുപാട് സ്വദേശി യുവാക്കള് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ തൊഴിൽ പരിശീലനം നേടിക്കൊണ്ടും വിദ്യാഭ്യാസം നേടിക്കൊണ്ടും പുറത്തിറങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളത് ആ ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അത് നിറവേറ്റാൻ വേണ്ടിയുള്ള നിയമനിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം കേരളീയര് ഈ നിതാക്കാത്ത് കാലയളവിൽ ഭൂരിഭാഗം ആളുകളും 90% അധികം ആളുകളും നിയമപരമായി കൊണ്ടാണ് തൊഴിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തൊഴിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം പുതിയ നിയമം അവർക്ക് പ്രയാസം സൃഷ്ടിക്കുകയില്ല. പക്ഷെ പുതുതായി നാട്ടിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചിലപ്പോ ഇനി പുതിയ കമ്പനികൾക്ക് വിസ ഇഷ്യൂ ചെയ്യുന്നത് നിയന്ത്രണം വന്നേക്കാം. അങ്ങനെ നമ്മെ ബാധിക്കാൻ സാധ്യതയുണ്ട്.